അസുരന്റെ പെണ്ണ്. എടി, വീടെത്തി. ദേവൻ അവന്റെ വീടിന് മുന്നിൽ ഓട്ടോ നിർത്തിയ ശേഷം പിന്നിലേക്ക് തിരിഞ്ഞ് വൈകിയെ നോക്കി പറയുമ്പോൾ ദേഷ്യത്തോടെ ആ ഇരിപ്പ് അവൾ തുടർന്നു. മര്യാദയ്ക്ക് നീ അകത്തേക്ക് കയറി പോകുന്നുണ്ടോ, അതോ ഞാൻ എടുത്തു കയറ്റണോ? ദേവൻ ചോദിക്കുമ്പോൾ അവനെ വൈകി തുറച്ചൊന്ന് നോക്കി. ശേഷം ഓട്ടോയിൽ നിന്നും വീട്ടിലേക്ക് ഇറങ്ങി. മുത്തശ്ശി ഇവിടെ ഇല്ല കേട്ടോ. ഇന്ന് രാവിലെ ബന്ധുക്കളുടെ കൂടെ ഒരു തീർത്ഥാടനത്തിന് പോയി. 2-3 ദിവസം കഴിഞ്ഞേ വരൂ. സത്യം പറഞ്ഞാൽ നമുക്കൊരു പ്രൈവസി തന്നതാ. ഒരു ചിരിയോടെ അവൻ പറയുമ്പോൾ അവളുടെ ഉള്ളിൽ വല്ലാത്തൊരു പേടി നിറഞ്ഞു. വേഗം മുറിയിലേക്ക് പോയി വൈകി വാതിലടച്ചു. കട്ടിലേക്ക് ഇരുന്നതും ദേവൻ കഥകിൽ കൊട്ടാൻ തുടങ്ങി. വൈകെ, വാതിൽ തുറന്നേ, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. ദേവൻ ശബ്ദമുയർത്തിയത് കേട്ടിട്ടും വൈകെ ഇരുന്നിടത്തു നിന്നും അനങ്ങിയില്ല. ഞാൻ ഒറ്റ ചവിട്ട് ചവിട്ടിയാൽ ഈ വാതിൽ പൊളിയും, അത് വേണോ? ദേഷ്യത്തോടെയുള്ള ദേവന്റെ ശബ്ദം കേട്ടതും പേടിയോടെ വൈകി എഴുന്നേറ്റ് പോയി വാതിൽ തുറന്നു. ഗുഡ് ഗേൾ. അവളുടെ കവളിൽ ഒന്ന് നുള്ളിക്കൊണ്ട് അകത്തേക്ക് കയറിയ ദേവൻ വാതിലിന്റെ കുറ്റി വലിച്ചിടുന്നത് കണ്ടതും വൈകയുടെ നെഞ്ചിൽ പേറി. നീ ആ കട്ടിലൊന്നിരുന്നേ, ദേവൻ ഗൗരവത്തോടെ പറഞ്ഞിട്ടും അത് കേൾക്കാത്ത രീതിയിൽ വൈക വാതിൽ തുറക്കാൻ പോയതും ദേവൻ അവളെ പിടിച്ച് കട്ടിലേക്ക് ഇരുത്തി. അനുസരണക്കേട് എനിക്കിഷ്ടമല്ല, ഇവിടെ ഇരിക്കാൻ പറഞ്ഞ ഇരുന്നോണം എന്നു പറഞ്ഞുകൊണ്ടവൻ ഷർട്ടിന്റെ ബട്ടൺസ് ഓരോന്നായി അഴിക്കാൻ തുടങ്ങിയതും വൈകയുടെ നെഞ്ചിടിപ്പിന്റെ വേഗത കൂടി. ഷർട്ട് ഒരു ഹാങ്ങറിൽ തൂക്കിയ ശേഷം അലമാരയിൽ നിന്നും ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തുകൊണ്ട് വന്നു. വൈകയുടെ മുന്നിലേക്ക് വന്നിരുന്നതും പേടിയോടെയും സംശയത്തോടെയും അവൾ ദേവനെ നോക്കി. നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എനിക്ക് നിന്നോട് ഇഷ്ടം തോന്നിയത്. ഇന്നത്തത്ര ധൈര്യം ഒന്നില്ലായിരുന്നു, അതെയാ പറയാഞ്ഞത്. പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് വൈകയുടെ കൈകളിൽ മുറിവിൽ മരുന്ന് പുരട്ടിയതും ദേഷ്യത്തോടെ അവൾ ആ കൈ പിൻവലിക്കാൻ നോക്കി. ദേവൻ അവളുടെ കയ്യിൽ ഇത്തിരി ബലത്തിൽ പിടിച്ചതുകൊണ്ട് അതിനവൾക്ക് സാധിച്ചുമില്ല. ജയിലിൽ നിന്നും ഇറങ്ങിയ സമയത്തും ഇക്കാര്യം നിന്നെ അറിയിക്കാൻ ഞാൻ കുറേ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. അന്ന് നിന്റെ കല്യാണത്തിൻ്റെ അന്ന് രാവിലെ നിന്റെ അച്ഛൻ നിന്നെ വിവാഹം കഴിക്കാവോന്ന് എന്നോട് ചോദിച്ചപ്പോൾ ലോട്ടറി അടിച്ച സന്തോഷമായിരുന്നു എനിക്ക്. അവളുടെ നെറ്റിയിലെ മുറിവിൽ കൂടെ മരുന്ന് പുരട്ടി കൊടുത്തുകൊണ്ട് ദേവൻ പറയുമ്പോൾ അതൊന്നും കേൾക്കാത്ത മട്ടിൽ വൈക മറ്റെങ്ങോ നോക്കിയിരുന്നു. 10-26 വയസ്സായില്ലേടി, ഇപ്പോഴും സ്വഭാവത്തിനൊരു മാറ്റവും ഇല്ല. മുഖത്തേക്ക് വീണ അവളുടെ മുടി ചെവിക്ക് പിന്നിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ അവൻ്റെ കൈകൾ വൈക തട്ടി മാറ്റും. അപ്പോഴും അവനൊന്ന് ചിരിച്ചു. ഇത് നിന്റെ ചുണ്ടിൻ്റെ ഒറിജിനൽ കളറാണോ, അതോ ലിപ്സ്റ്റിക്ക് വല്ലതും തേച്ചിട്ടുണ്ടോ? വൈകയുടെ ചുണ്ടിൽ ചൂണ്ടുവിരൽ കൊണ്ടൊന്ന് തടവി ദേവൻ പറയുമ്പോൾ അവൻ്റെ കൈ തട്ടി മാറ്റി അവൾ എഴുന്നേക്കാൻ ശ്രമിച്ചതും ദേവൻ അവളെ അവിടെ തന്നെ പിടിച്ചിരുത്തി. എങ്ങോട്ടാ? മര്യാദയ്ക്ക് കിടക്കാൻ നോക്ക്, എനിക്കേ നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്, ദേവൻ ഗൗരവത്തിൽ പറഞ്ഞു. തൻ്റെ കൂടെ ഈ മുറിയിൽ ഞാൻ കിടക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ദേഷ്യത്തോടെ വൈക ചോദിച്ചു. പിന്നെ വേറെ മുറിയും കട്ടിലും ഒന്നും ഇവിടില്ല. കൊട്ടാരത്തിൽ താമസിച്ചവർക്ക് പായ വിരിച്ച് നിലത്ത് കിടക്കാൻ പറ്റുമോ? കളിയാക്കിയാണ് ദേവൻ പറഞ്ഞത്. ഇപ്പോ നീ ഈ മുറി കിടന്നേ പറ്റൂ. കാശൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ആ വീടിൻ്റെ പണി പൂർത്തിയാക്കാം. എന്നിട്ട് നല്ലൊരു മുറിയിൽ ഇത്തിരി കൂടി വലിയ കട്ടിൽ കിടക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പോയി അലമാരയിൽ നിന്നും ഒരു ബെഡ്ഷീറ്റ് എടുത്തു. പിന്നൊരു തലയണ കൂടി എടുത്ത് നിലത്ത് വിരിച്ചു. ദേഷ്യത്തോടെ ബൈക്ക് കട്ടിലേക്കും ചാഞ്ഞു. പേടിക്കണ്ട, നിന്റെ അനുവാദം ഇല്ലാതെ ഞാൻ നിന്റെ ശരീരത്തിൽ തൊടില്ല, സത്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ കണ്ണടച്ചത്. ദേവന്റെ വാക്കിൽ വൈകിക്ക് അത്ര വിശ്വാസം തോന്നിയില്ല. പേടിയോടെയായിരുന്നു ആ രാത്രി അവൾ ആ മുറിയിൽ കഴിച്ചുകൂട്ടിയത്. രാവിലെ അടുക്കളയിൽ നിന്നുള്ള കുക്കറിന്റെ വിസിൽ കേട്ടാണ് വൈക കണ്ണുകൾ തുറന്നത്. മുഖം ഒന്ന് അമർത്തി തുടച്ചുകൊണ്ട് നിലത്തേക്ക് നോക്കുമ്പോൾ ദേവനെ കാണാനില്ല. വൈക എഴുന്നേറ്റ് ഹാളിലേക്ക് ചെല്ലുമ്പോൾ അവൾക്ക് കുടിക്കുവാനായി മേശപ്പുറത്ത് ഒരു ഗ്ലാസ് ചായ ദേവൻ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ശ്രദ്ധിക്കാതെ പുറത്ത് കിണറിനരികിൽ പോയി വായും മുഖവും കഴുകിയ ശേഷം അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ ദേവൻ പ്രാതലിനുള്ളത് തയ്യാറാക്കുവാണ്. നിനക്കേ പുതിയ ബ്രഷും പേസ്റ്റും സോപ്പും ഒക്കെ ഞാൻ വാങ്ങിയത് ആ ഷെൽഫിൽ വെച്ചിട്ടുണ്ട്, വൈകി കണ്ടതും ദേവൻ പറഞ്ഞു. അവനെ അവഗണിച്ചുകൊണ്ട് ഒരു ചായ പാത്രത്തിലേക്ക് വെള്ളം നിറച്ച്
കട്ടിനിടാനായി ബൈക്ക് പോയതും ദേവൻ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നിനക്കുള്ള ചായ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനേ വൃത്തിക്കും വിനയത്തിനുമുള്ള ആഹാരം കഴിച്ച് ശീലിച്ച ഒരാളാ. നീ ഉണ്ടാക്കുന്നതൊന്നും എനിക്ക് വേണ്ട. ഇന്നലെ മുതലുള്ള ദേഷ്യം നിയന്ത്രിക്കാൻ സാധിക്കാതെ വൈക പറയുമ്പോൾ ദേവന്റെ ഉള്ളിൽ എന്തോ ഒരു കുഞ്ഞു വിഷമം മുളപൊട്ടി. ദേഷ്യത്തോടെ ദേവൻ സ്റ്റൗ ഓഫ് ചെയ്തു. ഗ്യാസിന്റെ റെഗുലേറ്ററും വലിച്ചൂരി അവൻ എഴുന്നേറ്റു. ഇവിടെ ഞാൻ ഉണ്ടാക്കുന്നത് നീയും കഴിക്കണം, നീ ഉണ്ടാക്കുന്നത് ഞാനും കഴിക്കും. കൂടുതൽ ഷോ ഇറക്കാൻ വന്നാലേ. ബാക്കി പറയാതെ ദേഷ്യത്തോടെ ദേവൻ അടുക്കളയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഗ്യാസിന്റെ റെഗുലേറ്ററിൽ വൈകി ഒന്ന് നോക്കി. അത് ഫിറ്റ് ചെയ്യാൻ അവൾക്ക് അറിയില്ല. കുറേ നേരം അതേ ഇരിപ്പിരുന്നു. അവസാനം ഇഷ്ടക്കേടോടെ ആണെങ്കിലും ദേവൻ ഉണ്ടാക്കിയത് അവൾക്ക് കഴിക്കേണ്ടി വന്നു. എടി, ഞാനൊന്ന് പുറത്തേക്ക് പോവാം. വിശക്കുന്നുണ്ടെങ്കിൽ എന്തേലും ഉണ്ടാക്കി കഴിച്ചോ. റെഗുലേറ്റർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നിന്ന് രാവിലെ പറഞ്ഞതുപോലുള്ള വർത്താനം ഇനി നീ ആവർത്തിക്കരുത്. പ്രാതൽ കഴിച്ച ശേഷം മുറിയിലിരിക്കുന്നവളുടെ അടുത്ത് വന്ന് നിന്ന് ദേവൻ പറയുമ്പോൾ അമർത്തിയൊന്നും മൂളിയതല്ലാതെ വൈക മറുപടിയൊന്നും പറഞ്ഞില്ല. വൈകുന്നേരം ഓട്ടം കഴിഞ്ഞ് അല്പം വൈകിയാണ് ദേവൻ മടങ്ങി വന്നത്. അവൻ വരുമ്പോൾ ഹോളിലെ കസേരയിലിരുന്ന് ഫോണിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വൈക. നീ വല്ലതും കഴിച്ചോ? വൈകയുടെ മുന്നിൽ പോയി നിന്നുകൊണ്ട് ദേവൻ ചോദിക്കുമ്പോൾ അവൻ്റെ മുഖത്തേക്ക് പോലും നോക്കിയില്ല വൈക. മൂസക്കയുടെ കടയിലെ ബിരിയാണിയാ, നിനക്കിഷ്ടമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ദേവൻ കയ്യിലുണ്ടായിരുന്ന പൊതി വൈകയുടെ അരികിലേക്ക് വെച്ചു കൊടുത്തു. ശേഷം അവൻ മുറിയിലേക്ക് പോകുമ്പോൾ ആ പൊതിയിലേക്ക് വൈക അനിഷ്ടത്തോടെ ഒന്ന് നോക്കി. ശേഷം വീണ്ടും ഫോണിൽ തന്നെ സ്ക്രോൾ ചെയ്യാൻ തുടങ്ങി. രാത്രി ഏറെ വൈകിയതും കിടക്കാനായി മുറിയിലേക്ക് ചെല്ലുമ്പോൾ നിലത്ത് പായ വിരിച്ച് ദേവൻ കിടന്നിട്ടുണ്ടായിരുന്നു. കുറച്ചു നേരം ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കാൻ, എനിക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം. ഇത്തിരി ദേഷ്യത്തിലാണ് അവൾ പറയുന്നത്. മാറിക്കോ, അതിന് ഞാനെന്തിനും പുറത്തു പോണേ? ഞാൻ നിന്റെ ഭർത്താവല്ലേടി? ചിരിയോടെ അവൻ പറഞ്ഞു. ഭർത്താവല്ല കാലൻ. പിറുവിറുത്തുകൊണ്ട് അലമാരയിൽ നിന്നും മാറി ധരിക്കാനുള്ള വസ്ത്രവും എടുത്ത് പുറത്തെ ബാത്റൂമിലേക്ക് അവൾ കയറി. 2 ദിവസങ്ങൾ കഴിഞ്ഞതും തീർത്ഥയാത്രയ്ക്ക് പോയ മുത്തശ്ശി തിരികെ വന്നു. അതോടെ ദേവന്റെ കിടപ്പ് ഹാളിലേക്ക് അവൻ മാറ്റി. ആ വീടിനോടോ വീട്ടിലെ സാഹചര്യത്തോടോ അല്ല, പകരം ദേവനോടാണ് വൈകിക്ക് പൊരുത്തപ്പെടാൻ സാധിക്കാത്തത്. ദേവൻ എന്തെങ്കിലും ചോദിച്ചാൽ കേൾക്കാത്ത ഭാവത്തിൽ അവൾ നിൽക്കുന്നത് പതിവായി. അത് അവരുടെ ഇടയിൽ ചെറുതും വലുതുമായ പ്രശ്നങ്ങൾക്കും കാരണമായി. ഇന്നും പോയി ഇൻ്റർവ്യൂ കിട്ടിയില്ലേ മോളെ? ഇൻ്റർവ്യൂവിന് പോയി നിരാശയോടെ തിരികെ വന്ന വൈകിയെ നോക്കി മുത്തശ്ശി ചോദിക്കുമ്പോൾ ഒരു മൂളലോടെ അവൾ അകത്തേക്ക് കയറി കസേരയിലിരുന്നു. സാരില്ല, വേറെ നോക്കാം. മോൾക്ക് ജോലി കിട്ടിയാൽ ഇവിടുന്ന് പോകൂല്ലേ? മുത്തശ്ശി ചോദിക്കുമ്പോൾ ഇക്കാര്യം മുത്തശ്ശി എങ്ങനെ അറിഞ്ഞു എന്ന മട്ടിൽ വൈക മുത്തശ്ശിയെ നോക്കി. മോളുടെ അമ്മയോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ദേവനോട് ഇക്കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. കുറച്ച് സമയമെടുത്താണെങ്കിലും അവനെ മോള് സ്നേഹിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. മുത്തശ്ശി സങ്കടഭാവത്തിലാണ് പറയുന്നത്. എനിക്കൊരിക്കലും അയാളെ എൻ്റെ ഭർത്താവായിട്ട് കാണാൻ പറ്റില്ല, ഗൗരവത്തോടെ അവൾ പറഞ്ഞു. കുറച്ച് ദേഷ്യം കൂടുതലാണെന്നേ ഉള്ളൂ. അവൻ പാവമാ. പാവമായതുകൊണ്ടല്ലേ 16ാമത്തെ വയസ്സിൽ സ്വന്തം അമ്മാവനെ കൊല്ലാൻ നോക്കിയ കുറ്റത്തിന് ജൂനൈൽ ഹോമിൽ പോയി കിടന്നത്? ദേഷ്യത്തോടെ വൈകി ചോദിച്ചു. അവൻ അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചതിൻ്റെ കാരണം എന്താണെന്നുള്ളത് മോൾ ഇതേവരെ തിരക്കിയിട്ടുണ്ടോ? മുത്തശ്ശി തിരിച്ചു ചോദിച്ചു. മീനുവിനെ ആ പ്രാന്തൻ വെള്ളമടിച്ചു വന്ന് കയറി പിടിച്ച് ഉപദ്രവിച്ചു. ഇതറിഞ്ഞിട്ട് അവൻ അന്ന് സ്വന്തം അമ്മാവനാണെന്ന് പോലും നോക്കാതെ ആ പ്രാന്തനെ കൊല്ലാൻ ശ്രമിച്ചത്. ദേവൻ്റെ അമ്മാവൻ്റെ മകളാണ് മീനു. ദേവന് സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ തന്നെയാണവൾ. വൈകിക്കും മീനുവിനെ അറിയാവുന്നതാണ്. പുറത്തറിഞ്ഞാൽ അവളുടെ ഭാവി ഇല്ലാതാവൂന്നോർത്താം ഞങ്ങൾ ഇതുവരെ ഇതാരോടും അറിയിക്കാഞ്ഞത്. ഞാൻ അവനെ നല്ലവനാക്കാൻ പറഞ്ഞതല്ല. നിനക്ക് വിശ്വാസമില്ലെങ്കിൽ മീനുവിനോടോ അവൻ്റെ അമ്മായിയോടോ നേരിട്ട് ചോദിക്കാം. നിന്നോടായതുകൊണ്ട് അവരെല്ലാം പറയും. ഒരു പെൺകുട്ടിയും ഈ കാര്യത്തിൽ കള്ളം പറയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി അടുക്കളയിലേക്ക് പോകുമ്പോൾ അവർ പറഞ്ഞതൊക്കെ സത്യമാണോ കള്ളമാണോ എന്ന് വൈകിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു. മീനുവിനോട് തന്നെ എല്ലാം നേരിട്ട് ചോദിക്കാം. അവൾ ഒരിക്കലും ഈ ഒരു കാര്യത്തിൽ കള്ളം പറയില്ല. വൈകുന്നേരം തന്നെ ദേവൻ്റെ അമ്മാവൻ്റെ വീട്ടിൽ മീനുവിനെ കാണാൻ പോകാമെന്ന് അവൾ തീരുമാനിച്ചു. അടുത്തുള്ള ആശുപത്രിയിൽ നേഴ്സായി ജോലി ചെയ്യുവാണ് മീനു. വൈകുന്നേരം അമ്പലത്തിൽ പോകാനാണെന്ന് മുത്തശ്ശിയോട് കള്ളം പറഞ്ഞുകൊണ്ട് അവൾ നേരെ മീനുവിനെ കാണാൻ പോയി. ഭാഗ്യത്തിന് മീനു അവിടെ ഉണ്ടായിരുന്നു. മുത്തശ്ശി തന്നോട് പറഞ്ഞ കാര്യങ്ങളുടെ സത്യാവസ്ഥയെപ്പറ്റി വൈക മീനുവിനോട് ചോദിച്ചു. മുത്തശ്ശി പറഞ്ഞതെല്ലാം സത്യമാണ്.
എനിക്ക് വേണ്ടിയാ. എന്നെ അയാൾ ഉപദ്രവിച്ചത് കൊണ്ടാ ദേവേട്ടൻ അയാളെ കൊല്ലാൻ നോക്കിയത്. നിന്റെ അച്ഛനല്ലേ അയാൾ? വൈകിക്കും ദേവന്റെ അമ്മാവനോട് ദേഷ്യം തോന്നി. വൈകി ചോദിച്ചതും മീനു കരഞ്ഞു. നീ വിചാരിക്കുന്ന പോലെ അത്ര മോശ വ്യക്തിയൊന്നും അല്ല ദേവേട്ടൻ. എന്നേക്കാൾ 6 മാസത്തെ മൂപ്പയുള്ളെങ്കിലും എന്നും എൻ്റെ ഏട്ടനായിട്ട് ആള് നിന്നിട്ടുള്ളത്. എനിക്ക് വേണ്ടി ജീവിതത്തിലെ 5 വർഷമാണ് ദേവേട്ടൻ കളഞ്ഞത്. ഓരോ ഓർമ്മകൾ അവളുടെ കണ്ണിനെ ഈറനണിയിക്കാൻ തുടങ്ങുമ്പോൾ ഒരു നിമിഷം തൻ്റെ സഹോദരനെയും ദേവനെയും തമ്മിൽ വൈകിയുടെ മനസ്സൊന്ന് താരതമ്യം ചെയ്തു. എനിക്കാണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ ഏട്ടത്തിക്കൊപ്പം ചേർന്ന് നിന്ന് ഏട്ടൻ എന്നെ കുറ്റപ്പെടുത്തുകയുള്ളൂ. വൈകിയുടെ മനസ്സ് മന്ത്രിച്ചു. വീട്ടിലേക്ക് തിരിച്ചു നടക്കുമ്പോൾ ദേവനോട് തോന്നിയ ദേഷ്യം വൈകിയുടെ മനസ്സിൽ ചെറുതായി ഒന്ന് കുറഞ്ഞു വരുന്നുണ്ട്. എങ്കിലും ഇഷ്ടമൊന്നും തോന്നുന്നില്ല. അന്ന് രാത്രി കിടന്ന സമയം മുതൽ വയറിന് വല്ലാത്തൊരു അസ്വസ്ഥത വൈകിക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. സമയം 2 മണി കഴിഞ്ഞതും ചെറിയൊരു നനവ് വൈകിക്ക് അനുഭവപ്പെട്ടു. സംശയം തീർക്കാനായി അവൾ ബാത്റൂമിലേക്ക് പോയി. പാതി തുറക്കുന്ന ശബ്ദം കേട്ടാണ് ദേവൻ കണ്ണു തുറന്നത്. ഇവളിതെങ്ങോട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് അവൾക്ക് പിന്നാലെ ഉമ്മറത്തേക്ക് ദേവൻ ചെല്ലുമ്പോൾ ബാത്റൂമിലേക്ക് അവൾ കയറിപ്പോകുന്നത് കണ്ടതും ഉമ്മറത്തിണ്ണയിൽ അവനിരുന്നു. അതെ, രാത്രി ഒറ്റയ്ക്കൊന്നും ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങരുത്. ബാത്റൂമിൽ പോകണമെങ്കിൽ എന്നെ വിളിക്കണം. ദേവൻ കനത്തിൽ പറഞ്ഞതും എപ്പോഴത്തെയും പോലെ അവൻ പറയുന്നത് ശ്രദ്ധിക്കാതെ വൈക മുറിക്കുള്ളിലേക്ക് പോയി. അവളുടെ ബാഗിലും അലമാരയിലും പാഡ് തിരഞ്ഞു. നീ എന്തോ ഈ നോക്കുന്നേ? അവളുടെ പ്രവൃത്തി കണ്ട് സംശയത്തോടെ ദേവൻ ചോദിച്ചു. അത് പാട്. ഇത്തവണ ദേവന്റെ ചോദ്യത്തിന് വൈക മൗനം പാലിച്ചില്ല. ഇതൊക്കെ നേരത്തും കാലത്തും വാങ്ങി വെക്കണ്ടേ? അന്വേഷിക്കുന്ന സാധനം അവളുടെ പക്കലില്ലെന്ന് മനസ്സിലായതും ദേവൻ പറഞ്ഞു. അത് ഇത്തവണ ഡേറ്റ് നേരത്തെയാണ്. വൈക പതുക്കെ പറഞ്ഞു. ഞാൻ പോയി നോക്കട്ടെ ഏതെങ്കിലും കട തുറന്നിട്ടുണ്ടോന്ന്. കുറച്ച് കനത്തി പറഞ്ഞുകൊണ്ട് തൻ്റെ ഷർട്ടെടുത്തിട്ട് ദേവൻ പുറത്തേക്ക് പോയി. ഏകദേശം 1/4 മണിക്കൂർ കഴിഞ്ഞാണ് ദേവൻ തിരിച്ചെത്തിയത്. ഒരു പൊതി അവളുടെ കയ്യിലേക്ക് കൊടുത്തതും താങ്ക്സ് എന്ന് ആദ്യമായിട്ട് വൈക സൗമ്യമായി ദേവനോട് ഒരു വാക്ക് പറഞ്ഞു. അത് കേട്ടതും എന്തെന്നില്ലാത്ത സന്തോഷമാണ് ദേവന് തോന്നിയത്. ദിവസങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ ദേവനോടുള്ള പെരുമാറ്റത്തിൽ വന്നു തുടങ്ങിയെങ്കിലും അവനെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ കേൾക്കാത്ത ഭാവം നടിക്കാതെ സൗമ്യമായി 1-2 വാക്കിൽ മറുപടി പറയാനും വൈക തുടങ്ങി. എടി, നീങ്ങി വന്നേ. ഒരു ദിവസം പകല് തുണികൾ അലക്കി വിരിക്കുന്നതിനിടയിൽ പുതിയ വീടിനായി കെട്ടിയിരിക്കുന്ന ഫൗണ്ടേഷനിൽ ഇരുന്നുകൊണ്ട് ദേവൻ അവളെ വിളിച്ചതും ടോപ്പിലൊന്ന് കൈ തുടച്ചുകൊണ്ട് വൈക അവനടുത്തേക്ക് വന്നു. അപ്പോൾ ഞാൻ വിളിക്കുമ്പോൾ അടുത്തേക്ക് വരാനൊക്കെ അറിയാലേ? ചിരിയോടെ അവൻ ചോദിച്ചു. എന്തിനാ വിളിച്ചേ? സൗമ്യമായിട്ടാണ് അവളുടെ ചോദ്യം. നിനക്കെന്നെപ്പറ്റി വലിയൊരു ധാരണയുണ്ടല്ലോ, അതൊന്ന് മാറ്റാൻ വേണ്ടിയാണ്. ധാരണയോ? എന്ത് തെറ്റിദ്ധാരണ? എന്ത് തെറ്റിദ്ധാരണ? സംശയത്തോടെ വൈക ചോദിച്ചു. നിന്നെ കെട്ടാൻ വന്ന ആ മണ്ണുണ്ണിക്ക് ഞാനാണ് നിന്റെ ഫോട്ടോസ് മൂവ് ചെയ്ത് അയച്ചു കൊടുത്തതെന്നൊരു തെറ്റിദ്ധാരണ. ചിരിയോടെ ദേവൻ പറഞ്ഞു. നിങ്ങൾ തന്നെയല്ലേ അന്ന് പറഞ്ഞത് ആ ഫോട്ടോസ് അയച്ചു കൊടുത്തത് നിങ്ങളാണെന്ന്? അവൻ്റെ മുഖത്ത് നോക്കാതെ മറ്റെങ്ങോ നോക്കിയാണ് വൈക പറയുന്നത്. ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. അന്ന് ഞാൻ വീട്ടിൽ പോയ ദിവസം വിളിച്ചു പറഞ്ഞത് താൻ മറന്നോ? പതിഞ്ഞ ശബ്ദത്തിൽ വൈക ചോദിച്ചു. ഞാൻ ഫുള്ള് പറഞ്ഞു തീരും മുമ്പ് ഫോൺ ഓഫായിപ്പോയി. അപ്പോൾ പിന്നെ നീയായിട്ടോരോ കാര്യങ്ങൾ സങ്കല്പിച്ചെടുത്തതല്ലേ? ഇപ്പോഴും ചിരിയോടെയാണ് ദേവൻ സംസാരിച്ചത്. നേരാണ്. അവൻ പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ കോൾ അന്ന് കട്ടായി പോയത് വൈകി ഓർത്തു. അതയച്ചത് ഞാനല്ല, നിന്റെ ഏട്ടത്തിയാണ്. ദൈവം പറഞ്ഞ കാര്യങ്ങൾ വൈകി നിറച്ച ഞെട്ടൽ ചെറുതൊന്നും അല്ലായിരുന്നു. ഇക്കാര്യം താനെങ്ങനെ അറിഞ്ഞേ? ഉള്ളിലെ ദേഷ്യവും സങ്കടവും നിയന്ത്രിച്ചുകൊണ്ട് വൈക ചോദിച്ചു. കഴിഞ്ഞ ദിവസം ഞാനേ കുറച്ച് ദൂരെ ഒരു ഓട്ടത്തിന് പോയപ്പോൾ എൻ്റെ കൂടെ ജയിലിൽ കിടന്ന ഫ്രെഡിയുടെ വീട്ടിൽ നിന്നും വരുന്ന നിന്റെ ഏട്ടത്തിയെ കണ്ടു. ഒരു പെങ്കച്ചിൻ്റെ ഫോട്ടോസ് മോർഫ് ചെയ്ത കാശിനു വേണ്ടി ഭീഷണിപ്പെടുത്തിയ കുറ്റത്തിനാണ് അവനെ ജയിലിൽ പിടിച്ചിട്ടത്. അതുകൊണ്ട് ചെറിയൊരു സംശയം തോന്നി. ഒന്ന് കുടഞ്ഞപ്പോൾ അവൻ സത്യം തത്ത പറയും പോലെ പറഞ്ഞു. നീ ഞാൻ പറയുന്നത് വിശ്വസിക്കില്ലെന്നറിയാം.
അതുകൊണ്ട് എല്ലാം വീഡിയോ എടുത്തിട്ടുണ്ട്. വേറെ കുറച്ച് തെളിവ് എൻ്റെയിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വൈഗയുടെ ഏട്ടത്തി ഫ്രെഡിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നതും ഫ്രെഡിയും ഏട്ടത്തിയും തമ്മിലുള്ള ചാറ്റും അവൻ ഏട്ടത്തി കൊടുത്ത പൈസയുടെ സ്ക്രീൻഷോട്ടും എല്ലാം അവൻ വൈഗയെ കാണിച്ചതും കരച്ചിലും ദേഷ്യവും അടക്കാനാവാത്ത വിധം വൈഗ അവനെ നോക്കി നിന്നു. തന്നോട് ഏട്ടത്തിക്ക് ദേഷ്യമുണ്ടെന്ന് അറിയാമെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും വൈഗ വിചാരിച്ചില്ല. എനിക്ക് അവരെ ഒന്ന് കാണണം, ചോദിക്കണം എന്തിനാ ഇങ്ങനെ ചെയ്തേന്ന്. കണ്ണുനീർ തുടച്ചുകൊണ്ട് വൈഗ പറഞ്ഞു. വേഷം മാറിയിട്ട് വാ, ഇപ്പം തന്നെ പോകാം നമുക്ക്. എനിക്കും അവളോട് രണ്ട് പറയാനുണ്ട്. ദേഷ്യത്തോടെ മുണ്ടുമടക്കി കുത്തിക്കൊണ്ട് ദൈവം പറയുമ്പോൾ കൈകൾ കൊണ്ട് മുഖം ഒന്നുകൂടെ അമർത്തി തുടച്ച് വൈഗ അകത്തേക്ക് കയറിപ്പോയി. ഞായറാഴ്ച ആയതുകൊണ്ട് അന്നത്തെ ദിവസം എല്ലാവരും വീട്ടിലുണ്ടായിരുന്നു. പ്രതീക്ഷിക്കാതെ ദേവനും വൈകി അങ്ങോട്ട് കയറി ചെന്നപ്പോൾ വൈഗയുടെ അമ്മയുടെ മുഖം ഒഴികെ ബാക്കിയുള്ള എല്ലാവരുടെയും മുഖം വലിഞ്ഞു മുറുകി. നീ എന്താ ഇപ്പം ഇങ്ങോട്ട് വന്നേ? വൈഗയെ കണ്ടതും ഗൗരവത്തോടെ അവളുടെ ഏട്ടൻ ചോദിച്ചു. പക്ഷെ ആ ചോദ്യം അവഗണിച്ചുകൊണ്ട് വൈഗ നേരെ പോയി നിന്നത് അവളുടെ ഏട്ടത്തിയമ്മയുടെ മുൻപിലാണ്. നീ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? വൈഗയുടെ നോട്ടത്തിൽ എന്തോ വശപിശക്കുണ്ടെന്ന് മനസ്സിലാക്കിയതും ഏട്ടത്തി ചോദിച്ചു. കൈ വീശി ശക്തിയിലൊരടി വൈഗ ഏട്ടത്തിയുടെ കരണത്തിട്ട് പൊട്ടിച്ചതും ദേവനൊഴികെ ബാക്കി എല്ലാവരും ഞെട്ടിപ്പോയിരുന്നു. വൈകി, നീ എന്തായി കാണിച്ചേ? ദേഷ്യത്തോടെ അവളുടെ മുന്നിലേക്ക് വന്ന് നിന്നുകൊണ്ട് ഏട്ടൻ ചോദിച്ചതും ദേവനാണ് മറുപടി പറഞ്ഞത്. പിന്നെ എൻ്റെ ഫോട്ടോസും ഓഫ് ചെയ്ത് തരുണിനെ അയച്ചു കൊടുത്തവളെ ഞാൻ പൂവിട്ട് പൂജിക്കണോ? ഇവളാ എൻ്റെ ഫോട്ടോസ് അവൻ അയച്ചു കൊടുത്തേ. ഞാൻ സന്തോഷത്തോടെ ജീവിക്കുന്നത് ഇവൾക്കിഷ്ടമല്ല. അതിൻ്റെ പേരിൽ എന്നെ ഈ വീട്ടിൽ നിന്ന് കൂടി അടിച്ചിറക്കിയിട്ട് എൻ്റെ പേരിലുള്ള സ്വത്തും കൂടെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയാണ് ഇവളിതൊക്കെ ചെയ്തത്. ദേഷ്യം നിയന്ത്രിക്കാനാവാതെ വൈഗ പറയുമ്പോൾ തോന്നിവാസം പറയുന്നോടിയെന്ന് പറഞ്ഞുകൊണ്ട് അവളെ അടിക്കാൻ ഏട്ടൻ കയ്യോങ്ങിയതും വൈഗയുടെ മുന്നിലേക്ക് കയറി നിന്നുകൊണ്ട് അവൻ്റെ കൈ പിടിച്ച് ദേവൻ തിരിച്ചു. ഞാനിവിടെ നിൽക്കുമ്പോൾ എൻ്റെ ഭാര്യയുടെ നേർക്ക് കൈവെക്കാനേ നിനക്കൊക്കെ എങ്ങനെ ധൈര്യം വന്നടാ എന്നു പറഞ്ഞുകൊണ്ട് അവനെ പിന്നിലേക്ക് ദേവൻ തള്ളിയിട്ടു. അമ്മേ, ഞാൻ പറയുന്നത് കള്ളല്ല. തൻ്റെ കയ്യിൽ കിട്ടിയ ഓരോ തെളിവുകൾ ഒന്നൊന്നായി അച്ഛൻ്റെ അമ്മയുടെയും മുൻപിലേക്ക് വൈഗ നിർത്തി. ദേഷ്യത്തോടെയും പുച്ഛത്തോടെയുമായിരുന്നു വൈഗയുടെ ഏട്ടത്തിയെ അച്ഛനും അമ്മയും നോക്കിയത്. നീയും കൂടി അറിഞ്ഞുകൊണ്ടാണോടാ ഇതൊക്കെ? അമ്മ നന്ദിനി മകനെ നോക്കി ചോദിച്ചു. എനിക്കൊന്നും അറിയില്ലായിരുന്നു. അയാൾ ഞെട്ടലോടെയാണ് പറയുന്നത്. അമ്മ, ഇവിടെ താമസിക്കാമെന്നല്ല ഞാൻ. എനിക്കെൻ്റെ ഇന്നസെൻസ് പ്രൂവ് ചെയ്യണമായിരുന്നു. എന്നെ വിശ്വാസമില്ലാത്ത ആൾക്കാരെ എനിക്കും വേണ്ട. പക്ഷെ അമ്മയെ ഞാൻ എല്ലാ ദിവസവും വിളിക്കും. എന്നെ ആകെ വിശ്വസിച്ചത് അമ്മ മാത്രമാണ്. അച്ഛനെ നോക്കിയാണ് വൈഗ പറഞ്ഞത്. അവളെ തെറ്റിദ്ധരിച്ചതിൽ അയാൾക്കും കുറ്റബോധം തോന്നി തുടങ്ങി. പോകാം, ദേവനെ നോക്കി വൈഗ പറയുമ്പോൾ അവളുടെ കയ്യിൽ അധികാരത്തോടെ പിടിച്ചുകൊണ്ട് അവൻ പുറത്തേക്കിറങ്ങി. ആദ്യമായി അവൻ തൻ്റെ കയ്യിൽ പിടിച്ചപ്പോൾ വൈഗ കുതിറി മാറിയില്ല. താങ്ക്സ്. പുറത്തേക്കിറങ്ങുമ്പോൾ വൈഗ അവനെ നോക്കി സൗമ്യമായി പറയുമ്പോൾ അവനൊന്ന് ചിരിച്ചു. താങ്ക്സ് ഒന്നും വേണ്ട, പകരം ഒരു ഉമ്മ തന്നാൽ മതി. ദേവൻ പറയുമ്പോൾ പെട്ടെന്ന് തന്നെ തൻ്റെ കയ്യിലെ പിടി പിടിവിച്ചുകൊണ്ട് വൈഗ ഓട്ടോയിലേക്ക് കയറി. ഈ പെണ്ണിത് എന്നും മന്ത്രിച്ചുകൊണ്ട് ദേവനും ഓട്ടോയിലേക്ക് കയറി. ഒരു ഉമ്മയല്ലേ ചോദിച്ചേ, അതിനിങ്ങനെ മുഖം വീർപ്പിക്കണോ? വീട്ടിലേക്കുള്ള യാത്രയിൽ വൈകിയൊന്ന് നോക്കിക്കൊണ്ട് ദേവൻ പറഞ്ഞു. നേരെ നോക്കി വണ്ടി ഓടിക്ക്. പിന്നോട്ട് തിരിഞ്ഞു നോക്കിയവനോട് ഗൗരവത്തോടെയാണ് വൈഗ പറഞ്ഞതെങ്കിലും അവളുടെ ശബ്ദത്തിൽ അത്രയ്ക്ക് ദേഷ്യം നിറഞ്ഞിട്ടില്ലെന്ന് ദേവന് തോന്നി. അപ്പോൾ ചെറിയൊരു ഇഷ്ടമൊക്കെ വരുന്നുണ്ട് എന്നും മന്ത്രിച്ചുകൊണ്ടാണ് ദേവൻ വണ്ടി ഓടിച്ചത്. പിന്നീടുള്ള ദിവസങ്ങളിൽ അച്ഛൻ്റെയും ഏട്ടൻ്റെയും മാപ്പ് അപേക്ഷിച്ചുകൊണ്ടുള്ള ഫോൺ കോളുകൾ വൈകിക്ക് വന്നിരുന്നെങ്കിലും അവൾ ഒന്നും തന്നെ അറ്റൻഡ് ചെയ്തില്ല. അച്ഛനോടും ഏട്ടനോടും ഇത്രയും ദേഷ്യം വേണോ മോളെ? ഒരു ദിവസം അത്താഴം കഴിക്കാനിരുന്നപ്പോൾ മുത്തശ്ശി വൈകിയോട് ചോദിച്ചു. എനിക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ എന്നെ വിശ്വസിക്കാതെ കുറ്റപ്പെടുത്തിയ വ്യക്തിയാണ് എൻ്റെ അച്ഛൻ. ഞാൻ എന്തോരം വേദന ആ സമയത്ത് അനുഭവിച്ചെന്ന് മുത്തശ്ശിക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. എന്നെ വിശ്വസിക്കാത്ത ആൾക്കാരെ ഒന്നും എനിക്കിനി വേണ്ട, കനത്തിൽ വൈഗ പറഞ്ഞു. ആ പറഞ്ഞതിനോട് ഞാനും യോജിക്കുന്നു. ഇവൾക്ക് വേണ്ട സമയത്ത് അവർ കൂടെ നിന്നില്ലല്ലോ. ദേവൻ പറയുമ്പോൾ ഒരു കുഞ്ഞു പുഞ്ചിരി വൈഗയുടെ ചുണ്ടിൽ വിരിഞ്ഞു.
തന്നെ മനസ്സിലാക്കാൻ ഒരാളെങ്കിലും ഉണ്ടല്ലോ എന്നൊരു സന്തോഷമായിരുന്നു. ആ ചിരിയുടെ പിന്നിലെ കാരണം വിചാരിച്ചത്ര തെമ്മാടിയല്ല. രാത്രി കട്ടിലിൽ കിടക്കുമ്പോൾ ചെറു പുഞ്ചിരിയോടെ അവൾ മന്ത്രിച്ചുകൊണ്ടാണ് മിഴികളടച്ചത്. പതിവ് അലാറത്തിന്റെ ശബ്ദം കേട്ട് വൈഗ ഉറക്കം ഉണർന്നു. മുത്തശ്ശി എപ്പോഴും ഉണരുന്നത് അല്പം വൈകിയാണ്. അതുകൊണ്ട് അവരെ ശല്യപ്പെടുത്താതെ അവൾ എഴുന്നേറ്റ് പുറത്തെ ബാത്റൂമിലേക്ക് പോയി. പിന്നെ പല്ല് തേച്ച് മുഖം കഴുകി അടുക്കളയിൽ വരുമ്പോൾ ദേവൻ ചായ തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷെ അവൻ അടുക്കളയിലില്ലായിരുന്നു. കുഞ്ഞൊരു പുഞ്ചിരിയോടെ ഒരു ഗ്ലാസ്സിലേക്ക് ചായ പകർത്തി വൈഗ കുടിക്കാൻ തുടങ്ങി. ഇത്രയും നാൾ കുടിച്ചതുപോലെയല്ല, എന്തോ ഒരു പ്രത്യേക സ്വാദ് ആ ചായക്കുള്ളതുപോലെ വൈഗയ്ക്ക് തോന്നി. പിന്നീട് തലേദിവസം അരച്ചു വെച്ച മാവെടുത്ത് ദോശ ചുട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പിന്നിൽ നിന്നും ദേവൻ വന്ന് അവളെ പുണർന്നത്. ഞെട്ടലോടെ അവനെ തള്ളി മാറ്റിക്കൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ മീശയുടെ തുമ്പൊന്ന് പിരിച്ചുകൊണ്ട് ദേവൻ ചോദിച്ചു, എന്താ? എനിക്ക് നിന്നെ കെട്ടിപ്പിടിക്കാനുള്ള അവകാശം പോലും ഇല്ലേ? അത് ചോദിക്കുമ്പോൾ അവൻ്റെ ചുണ്ടിൽ ഒരു ചിരിയുണ്ടായിരുന്നു. ആ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് വൈഗ തിരിഞ്ഞു നിന്ന് ദോശ ചുടുമ്പോൾ നെഞ്ചിരിപ്പിൻ്റെ വേഗത വല്ലാതെ കൂടി. അതെന്താ, ഞാൻ നിന്റെ ഭർത്താവല്ലേടി? ചിരിയോടെ പറഞ്ഞുകൊണ്ട് പിന്നിൽ നിന്നും അവളെ മുറുക്കി പുണരുമ്പോൾ അവളുടെ ശരീരത്തിലൂടെ വൈദ്യുതി തരംഗങ്ങൾ കടന്നു പോകുന്നത് പോലെ വൈഗയ്ക്ക് അനുഭവപ്പെട്ടു. ദൈവ വിട്, മുത്തശ്ശി കാണും. ഏറെ പ്രയാസപ്പെട്ട് വൈഗ പറഞ്ഞു. അപ്പോൾ ഞാൻ കെട്ടിപ്പിടിക്കുന്നതല്ല, മുത്തശ്ശി കാണുന്നതാണ് പ്രശ്നം. അവളുടെ കാതിൽ ദൈവം എല്ലാം മന്ത്രിക്കുമ്പോൾ വൈഗ മറുപടിയൊന്നും പറഞ്ഞില്ല. പക്ഷെ അവളുടെ കവിളുകൾ ചുവക്കുന്നത് ദേവൻ ശ്രദ്ധിച്ചു. ചെറിയൊരിഷ്ടം എന്നോടിപ്പോൾ തോന്നുന്നുണ്ടല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അവളുടെ കഴുത്തവൻ ചുംബിക്കാൻ തുടങ്ങിയതും വൈഗയുടെ ശ്വാസഗതി വേഗത്തിലായി. ദേവ പ്ലീസ് വേണ്ട. അവളുടെ ടോപ്പിനുള്ളിലേക്ക് ദേവന്റെ കൈകൾ കടന്നതും വൈഗ അവ തടഞ്ഞുകൊണ്ട് പറഞ്ഞതും ചെറുചിരിയോടെ അവൻ അകന്നു മാറി. മുത്തശ്ശി എഴുന്നേക്ക സമയമായി. എന്തായാലും നിന്നെ എൻ്റെ ഈ കിട്ടും. അവളുടെ കവളിൽ ഒന്ന് അമർത്തി ചുംബിച്ച ശേഷമാണ് അടുക്കളയിൽ നിന്നും അവൻ ഇറങ്ങിപ്പോയത്. ദേവൻ പോയതും തൻ്റെ നെഞ്ചിലൊന്ന് കൈവച്ച് ശ്വാസം വലിച്ചു വിട്ടവൾ. പക്ഷെ കഴിഞ്ഞുപോയ നിമിഷങ്ങളെപ്പറ്റി ഓർക്കുമ്പോൾ നാണത്താൽ കുതിർന്നൊരു പുഞ്ചിരി വൈഗയുടെ ചുണ്ടിൽ വിരിയുന്നുണ്ടായിരുന്നു. തന്നെ അറിയാൻ അവൻ കൊതിക്കുന്നത് പോലെ അവനെ അറിയാൻ വൈഗയുടെ ഉള്ളിലും എന്തൊക്കെയോ വികാരങ്ങൾ നുരഞ്ഞു പൊന്തി. തൻ്റെ പ്രഭാതകൃത്യങ്ങൾ കഴിഞ്ഞതും പ്രാതൽ കഴിച്ച ശേഷം PSC പഠിക്കാനായി വൈകിയിരുന്നു. പ്രൈവറ്റ് ജോലി നോക്കുന്നതിനോടൊപ്പം PSCയും അവൾ നോക്കുന്നുണ്ട്. ഉച്ചയോടെ വൈഗയുടെ ഫോണിലേക്ക് മീനുവിൻ്റെ കോൾ വന്നു. വൈഗ, തൻ്റെ ഒരു റെസ്യൂമെ എനിക്ക് അയക്കുമോ? മീനു ചോദിച്ചു. എന്തിനാ മീനു? സംശയത്തോടെ വൈഗ അവളോട് ചോദിച്ചു. അത് തനിക്ക് പറ്റിയ എന്തെങ്കിലും ജോലിയുടെ വേക്കൻസി ഇവിടെ എവിടെയെങ്കിലും കാണുവാണെങ്കിൽ തന്നെ അറിയിക്കണമെന്ന് ദേവേട്ടൻ പറഞ്ഞു. ഇവിടെ ഞാൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്റ്റാഫിനെ ഹയർ ചെയ്യുന്നുണ്ട്. തൻ്റെ റെസ്യൂമെ ഞാനിവിടെ HR കൊടുത്തേക്കാം. മീനു പറഞ്ഞു പൂർത്തിയാക്കിയതും വൈഗ സംശയത്തോട് ചോദിച്ചു. ദേവനോ? ദേവൻ എന്നാ തന്നോട് ഈ കാര്യം പറഞ്ഞേ? നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് തന്നെ പറഞ്ഞിരുന്നു. അത് കേട്ടതും വല്ലാത്തൊരു സന്തോഷവും ഇഷ്ടവും വൈഗയ്ക്ക് അവനോട് തോന്നി. ഇത്രയും നാൾ അവൾ വിചാരിച്ചത് ദേവന് താൻ ജോലിക്ക് പോകുന്നതിനോട് ഒട്ടും താല്പര്യമില്ലെന്നാണ്. തൻ്റെ ഏട്ടനെ പോലെ പഴഞ്ചൻ ചിന്താഗതിയുള്ളൊരു വ്യക്തിയല്ല ദേവൻ. എവിടേക്കോ താൻ ഭർത്താവിനാഗ്രഹിച്ച യോഗ്യതകൾ അവനുണ്ടെന്ന് വൈഗയ്ക്ക് തോന്നി. ആ സമയം തന്നെ മീനുവിൻ്റെ നമ്പറിലേക്ക് റെസ്യൂമെ വൈഗ അയക്കുകയും ചെയ്തു. 2 ദിവസത്തിനുള്ളിൽ ജൂനിയർ HR എക്സിക്യൂട്ടീവിൻ്റെ പോസ്റ്റിലേക്ക് അവൾക്ക് ഇൻ്റർവ്യൂ വന്നു. ദേവനാണ് അവളെ ഇൻ്റർവ്യൂവിന് കൊണ്ടാക്കിയത്. എങ്ങനെയുണ്ടായിരുന്നു ഇൻ്റർവ്യൂ? ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങി വരുന്നവളെ നോക്കി ദേവൻ ചോദിച്ചു. അടിപൊളിയായിരുന്നു, മിക്കവാറും എനിക്ക് ഈ ജോലി കിട്ടും. സന്തോഷത്തോടെ വൈഗ പറയുമ്പോൾ അത് ദേവനും അനുഭവപ്പെട്ടു. ജോലി കിട്ടിയാ ചെറിയ ചിലവൊന്നും പോരാ. ഓട്ടോ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ദേവൻ പറയുമ്പോൾ വൈഗ ഒന്ന് പുഞ്ചിരിച്ചു. അത് ഒന്ന് വണ്ടി നിർത്തി വീട്ടിലേക്ക് പോകാനുള്ള ഇടറോഡിലേക്ക് കയറിയതും വേറെ വണ്ടികളൊന്നും ഈ വഴി വരുന്നില്ലെന്ന് മനസ്സിലാക്കിയതും വൈഗ പറഞ്ഞു. എന്താടി കാര്യം? സൈഡിലേക്ക് ഓട്ടോ ഒതുക്കിക്കൊണ്ട് ദേവൻ പിന്നിലേക്ക് നോക്കി ചോദിക്കുമ്പോൾ ദീർഘമായി ഒന്ന് ശ്വാസം എടുത്ത ശേഷം അവൻ്റെ കവളിൽ അവൾ അമർത്തി ചുംബിച്ചതും അതിലേറെ സന്തോഷത്തോടെ അവൻ വൈഗയുടെ മുഖത്തേക്ക് നോക്കി. ഇതെൻ്റെ സ്വപ്നമൊന്നുമല്ലല്ലോ? സംശയത്തോടെ ദേവൻ ചോദിക്കുമ്പോൾ
അവൾ വീണ്ടും അവൻ്റെ കവിളിൽ ചുംബിച്ചു. ഇത് തൻ്റെ സ്വപ്നമല്ല, യാഥാർത്ഥ്യമാണെന്ന് ബോധ്യമായതും ചെറുചിരിയോടെ ദേവൻ പറഞ്ഞു, നമുക്കേ വീട് പണി കഴിയുന്നതുവരെ ഒരു വാടക വീട്ടിലേക്ക് താമസം മാറിയാലോ? കുഞ്ഞു വീട് മതി, പക്ഷേ ബെഡ്റൂം 2 വേണം. ഒന്ന് നമുക്കും ഒന്ന് മുത്തശ്ശിക്കും. അതൊന്നും വേണ്ട, ആ പുതിയ വീടിൻ്റെ പണി എനിക്ക് ജോലി കിട്ടുമ്പോൾ തുടങ്ങാം എന്നവൾ മറുപടി നൽകുമ്പോൾ മനസ്സുകൊണ്ട് പൂർണ്ണമായും തന്നെ അവൾ ഭർത്താവായി അംഗീകരിച്ചുവെന്ന് ദേവന് ബോധ്യമായി. ഒരാഴ്ചക്കുള്ളിൽ വൈഗയ്ക്ക് ജോലിക്കുള്ള ഓഫർ ലെറ്റർ എത്തി. പക്ഷെ ദേവനും വൈഗയ്ക്കും തോന്നിയ സന്തോഷം മുത്തശ്ശിക്കുണ്ടായിരുന്നില്ല. അടുത്ത മാസം തൊട്ടേ നമുക്ക് പുരപണി തുടങ്ങാം. അന്ന് ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന വൈഗ മുത്തശ്ശിയോട് പറഞ്ഞു. ദേവൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. ജോലി കിട്ടിക്കഴിഞ്ഞാൽ നീ ഇവിടുന്ന് പോകുന്നല്ലേ പറഞ്ഞേ? അപ്പോൾ പിന്നെ എന്തിനാ പെരപണിയുടെ കാര്യമൊക്കെ പറയുന്നേ? സംശയത്തോടെയാണ് മുത്തശ്ശി അവളോട് ചോദിച്ചത്. എൻ്റെ പൊന്നു മുത്തശ്ശി, അത് അന്നത്തെ എൻ്റെ ദേഷ്യത്തിൽ പറഞ്ഞു പോയതല്ലേ, ചിരിയോടെ വൈഗ പറഞ്ഞു. അപ്പോൾ നീ എവിടെയും പോവില്ലേ? സന്തോഷത്തോടെ മുത്തശ്ശി വീണ്ടും അവളുടെ മുഖത്തേക്ക് നോക്കി. മുത്തശ്ശിയും ദേവനെയും വിട്ട് ഞാൻ എവിടെ പോവാനാ? ചിരിയോടെ വീണ്ടും അവൾ പറയുമ്പോൾ ദേവനെ അവൾ അംഗീകരിച്ചുവെന്ന് മുത്തശ്ശിക്കും മനസ്സിലായി. അവർക്കും തോന്നിയ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു. ജോലിക്ക് കയറി ആദ്യത്തെ 2-3 ദിവസം കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും പതിയെ പതിയെ എല്ലാ കാര്യങ്ങളും വൈഗ പഠിച്ചു. മുത്തശ്ശി എവിടെ പോയി? ഒരു ദിവസം ജോലി കഴിഞ്ഞു വന്നാ? വൈകുന്നേരം മുത്തശ്ശിയെ വീട്ടിൽ കാണാതെ വന്നതും വൈഗ ചോദിച്ചു. മുത്തശ്ശി വീണ്ടും ഒരു ചെറിയ തീർത്ഥയാത്രയ്ക്ക് പോയി. ഒരാഴ്ച കഴിഞ്ഞേ വരൂ. അവൻ ചെറുചിരിയോടെയാണ് വൈഗയെ നോക്കി പറഞ്ഞത്. ഈ ചിരിക്ക് പിന്നിൽ എന്തോ ദുരുദ്ദേശമുണ്ടല്ലോ. അവനെ കൂർപ്പിച്ചൊന്ന് നോക്കിക്കൊണ്ട് വൈഗ പറഞ്ഞു. അതുമാത്രമേ ഉള്ളൂ. മീശയുടെ തുമ്പൊന്ന് പിരിച്ച് അവൾക്ക് നേരെ നടന്നെടുത്തുകൊണ്ട് ദേവൻ അവളെ നോക്കി. ദേവ, ഞാൻ ആകെ മുഷിഞ്ഞു വിയർത്തിരിക്കുക. അവൻ അവളുടെ അടുത്തേക്ക് നടക്കുമ്പോൾ അവളുടെ നെഞ്ചിൽ പേറി. ആ സമയത്ത് പുറത്ത് മഴയും പെയ്യാൻ തുടങ്ങി. എന്നാൽ അവൾക്കരികിലേക്ക് അവൻ എത്തിയതും ശക്തമായ ഒരു ഇടിമുഴക്കത്തോടെ ഒരു കൊള്ളിയാൻ മിന്നി. പേടിയോടെ ആ സമയം അവനെ അവൾ പുണരുമ്പോൾ അവൻ അവളെ മുറുക്കെ അണച്ചു പിടിച്ചിരുന്നു. അവൻ്റെ കൈകൾ അവളുടെ ശരീരമാകെ തൊട്ട് തലോടുമ്പോൾ അവനിലേക്ക് ഒന്നുകൂടെ കണ്ണുകളടച്ച് ചേർന്ന് നിന്നതല്ലാതെ അവനെ തള്ളി മാറ്റിയില്ല. പതിയെ അവളെ പൊക്കിയെടുത്ത് മുറിയിലേക്ക് ദേവൻ നടക്കുമ്പോൾ അവളുടെ ചുവന്ന കവിളുകളിൽ ചുംബനങ്ങൾ നൽകി. പതിയെ ചെറുമന്ത്രണങ്ങൾ ആ മുറിയിൽ നിറഞ്ഞു. വീർപ്പേണങ്ങൾ നിറഞ്ഞ അവൻ്റെ നെഞ്ചിലേക്ക് ചാരിക്കിടന്നുകൊണ്ട് വൈഗ ചോദിച്ചു. ദേവൻ എന്നോട് കുഞ്ഞിലെ ഇഷ്ടം തോന്നാനുള്ള കാര്യം എന്തായിരുന്നു? ആ ചോദ്യം കേട്ടതു ചെറിയൊരു ചിരിയോടെ ദേവൻ പറഞ്ഞു. അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. എന്തോ ഒരു ഇഷ്ടം തോന്നി. പിന്നെ ഞാൻ വളരുന്നതനുസരിച്ച് ആ ഇഷ്ടവും അങ്ങ് വളർന്നു. പിന്നെ എനിക്കൊരു സത്യം ചെയ്തു തരാമോ? ദേവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് വൈഗ ചോദിച്ചു. എന്ത് സത്യം? ഇനി ആരോടും തല്ലിനും വഴക്കിനൊന്നും പോവരുത്. വൈഗ പറയുമ്പോൾ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ദേവൻ അവളെ നോക്കി. ഞാനായിട്ട് ആരോടും ഒരു വഴക്കിനും പോവില്ല. പക്ഷെ ഇങ്ങോട്ട് വഴക്കിന് വന്നാൽ നല്ല പണി അങ്ങോട്ട് കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിക്കുമ്പോൾ മെല്ലെ കണ്ണുകളടച്ച് അവനോടൊപ്പമുള്ള സുന്ദരമായ ഒരു ജീവിതം സ്വപ്നം കണ്ട് അവളും കിടന്നു. ശുഭം. ഒരു പുതിയ കുട്ടി എഴുതിയ കഥയാണേ. പോരായ്മകൾ നിങ്ങൾ ക്ഷമിക്കണേ.